ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിരയും സന്ദീപും കൂടി ഇത്രയും ദിവസം കാണാനാകാത്തതിൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു തീർക്കുകയാണ്. ഇപ്പോൾ എന്നെ വിവാഹം കഴിച്ചതും പ്രണയിച്ചതുമൊക്കെ തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ആതിര ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ലെന്ന് സന്ദീപ് പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് സന്ദീപ് ആതിരയെ ചേർത്ത് പിടിക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. യാത്ര പോകാനുള്ള അനുവാദം സേതുമാധവനോട് ചോദിക്കുകയാണ് അർച്ചന. എന്താണെങ്കിലും യാത്ര നല്ലത് തന്നെയാ മോളെ, എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഞാനും കൂടി വന്നേനെ എന്ന് സേതു പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന അവന്തികയും അനഘയും പറയുകയാണ്, അച്ഛാ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. അല്ല, അർച്ചന എവിടെ പോകാനാ പെർമിഷൻ ചോദിക്കുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ സേതു പറയുകയാണ്, അത് പിന്നെ അർച്ചനയും സന്ദീപും സച്ചിയും കൂടി ഒരു യാത്ര പോവുകയാണെന്ന്. അതൊരു നല്ല കാര്യം തന്നെയാണല്ലോ. കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. എനിക്കിവിടെ കുറച്ച് പരിപാടിയുണ്ട്, അതുകൊണ്ട് വരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഞാനും വന്നേനെ. അങ്ങനെ അവധിക്ക് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം സേതു അർച്ചനോട് പറയുകയാണ്, മോള് ഞങ്ങളുടെ മലമുകൾ ഗസ്റ്റ് ഹൗസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ, നിങ്ങളുടെ യാത്ര അങ്ങോട്ടേക്കാവട്ടെ. ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോട് നിൽക്കുകയാണ്. നന്ദനെ അവിടെയാണല്ലോ കെട്ടിയിട്ടിരിക്കുന്നത്, ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന് അവന്തിക ആലോചിക്കുന്നു. അതേസമയം സേതു പറയുകയാണ്, എഴുതി വെച്ചത് പ്രകാരം ആ ഗസ്റ്റ് ഹൗസ് നിന്റെയും സച്ചിയുടെയും പേരിലാണ്. ആരും ഇവിടുന്ന് ആ കാര്യങ്ങളൊന്നും പോയി നോക്കാറില്ലല്ലോ. ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ പ്രദേശമാണ്. നിങ്ങളാദ്യം അങ്ങോട്ടേക്ക് പോ, എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയാൽ മതി. ശരി അച്ഛാ, ഞാൻ സച്ചേട്ടനോട് പറയാമെന്ന് പറഞ്ഞ് അർച്ചന അവിടുന്ന് പോകുമ്പോൾ ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം അവന്തിക നന്ദന്റെ അടുത്തുള്ള തൻ്റെ ആളുകളെ വിളിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നന്ദനെ അവിടെ നിന്ന് മാറ്റണം. സച്ചിയും അർച്ചനയും സന്ദീപും കൂടി കുറച്ച് ദിവസത്തേക്ക് അവിടെ താമസിക്കാൻ വരുന്നുണ്ടെന്നാ അറിഞ്ഞത്. അത് പിന്നെ മേഡം പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞാൽ സൗകര്യമുള്ള സ്ഥലങ്ങളൊന്നുമില്ലെന്ന് അയാൾ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് മാറ്റണം. പിന്നെ അവർ 3 പേരും കൂടിയാകും വരുന്നത്. തിരിച്ചു വരുമ്പോൾ സച്ചി മാത്രം വന്നാൽ മതി. അർച്ചനയെ വെള്ള പുതുപ്പിച്ച് കൊണ്ടുവന്നാൽ മതി. ഇരു ചെവിയറിയാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിവുള്ളവര് ഞങ്ങളുടെ കൂടെയുണ്ട് മേഡം, ഞങ്ങളേറ്റെന്ന് അയാൾ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. അല്ല, അച്ഛൻ പറഞ്ഞ റിസോർട്ട് എവിടെയാ സച്ചിയേട്ടാ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടെന്നും നമുക്ക് പോകാനുള്ള വേറെ സ്ഥലങ്ങളെല്ലാം ഞാൻ നോക്കുകയാണെന്നും സച്ചി പറയുന്നു. അല്ല, തനിക്ക് എവിടെയെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എനിക്ക് താജ്മഹൽ കാണാനായിരുന്നു ആഗ്രഹം, അത് സച്ചിയേട്ടൻ സാധിച്ചു തന്നല്ലോ. ഇനി പിന്നെ ഒരാഗ്രഹമുണ്ട്, മൂകാംബികയിൽ പോകണം. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, എന്തിനാ മൂകാംബിക മാത്രമാക്കുന്നത്, പഴനിയും മധുരയും ഗുരുവായൂരും എല്ലായിടത്തും പോകാം. നമുക്ക് രണ്ടുപേർക്കും കഠിന വ്രതവും എടുക്കാം. അങ്ങനെ ഇതൊരു തീർത്ഥാടന യാത്രയാകട്ടെ. വേണമെങ്കിൽ തൻ്റെ അമ്മയും വിളിച്ചോ. സച്ചിയേട്ടൻ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയെ തല്ലുകയാണ് അർച്ചന. പിന്നല്ലാതെ, ഞാൻ ഹണിമൂൺ യാത്രയെക്കുറിച്ച് പറയുമ്പോഴാണോ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ സന്ദീപിനോടും ആതിരയോടും കൂടി ചോദിച്ചിട്ട് വേറെയുള്ള സ്ഥലങ്ങളും പ്ലാൻ ചെയ്യാമെന്ന് സച്ചി പറയുന്നു. തുടർന്ന് സന്ദീപിൻ്റെയും ആതിരയുടെയും കാര്യം പറഞ്ഞ് അർച്ചന ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ സച്ചി പറയുകയാണ്, എന്നാലേ നമുക്കാദ്യം മൂകാംബികയിലേക്ക് പോകാം, എന്നിട്ട് അവിടുന്ന് മറ്റുള്ള യാത്രയാകാം. ഇത് കേൾക്കുന്ന അർച്ചന എന്നെ കളിയാക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയുടെ കാതിൽ കയറി പിടിക്കുകയാണ്. വീണ്ടും അർച്ചന എന്തോ ആലോചിക്കുന്ന കാണുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, ഇനി എന്താ ഒരു ആലോചന? അത് പിന്നെ ഞാനും സച്ചിയേട്ടനും ആതിരയും സന്ദീപും കൂടിയാ പോകുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ലല്ലോ. അതിനും ഒരു ഐഡിയ ഉണ്ട്. ആദ്യം എൻ്റെ മോള് പോകാനായിട്ട് റെഡിയാകാൻ സച്ചി പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയും അനഘയുമാണ്. അവന്തിക അനഘയോട് പറയുകയാണ്, ഒന്നെങ്കിൽ അവരുടെ യാത്ര മുടക്കണം, അല്ലെങ്കിൽ നമ്മളും അവരോടൊപ്പം പോകണം. പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന റിസോർട്ടാണത്. ഞാൻ അവിടെ രഹസ്യങ്ങളൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഇനി ചേച്ചി എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് അനഘ ചോദിക്കുമ്പോൾ അതൊന്നും നിന്നോട് പറയാൻ സമയമായിട്ടില്ലെന്ന് അവന്തിക പറയുന്നു. ചേച്ചി എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ എന്ന് അനഘ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ഉണ്ട്, കൊലപാതകം, അർച്ചനയുടെ കൊലപാതകം. ഇത് കേൾക്കുന്ന അനഘ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് അവന്തിക പറയുകയാണ്, നമ്മൾ ഇവിടുന്ന് മാറി നിൽക്കുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. മറ്റൊരാൾ കൂടി ഇവിടെ കൊല്ലപ്പെടും, ആരും പ്രതീക്ഷിക്കാത്ത ഒരാള്. ഇത് കേൾക്കുന്ന അനഘ ഒരു ഞെട്ടലോടെ അവന്തികയെ നോക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിരയ്ക്ക് ഒരാലോചനയുമായിട്ട് മീര വരുമ്പോൾ അനൂപ് പറയുകയാണ്, ഇനി എൻ്റെ അനിയത്തിക്ക് ഞാൻ കല്യാണാലോചനയൊന്നും നോക്കുന്നില്ല, പ്രത്യേകിച്ചും നിന്റെ ഭാഗത്തുനിന്ന് ഒരാലോചനയും വേണ്ടെന്ന് പറഞ്ഞ് അനൂപ് മീരയ്ക്ക് നേരെ കൈകൂപ്പുമ്പോൾ അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. അർച്ചനയെ കാണുന്ന മീര പറയുകയാണ്, അല്ലെങ്കിൽ തന്നെ എനിക്കറിയാമായിരുന്നു ആതിരയുടെ വിവാഹകാര്യം പറയുമ്പോൾ നീ എവിടെന്നെങ്കിലും പൊട്ടിമുളച്ചു വരുമെന്ന്. ഇത് കേൾക്കുന്ന അർച്ചന ചോദിക്കുകയാണ്, വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെയാണോ? അല്ല മോളെ, ഞാനിപ്പോൾ ആതിരയുടെ ഒപ്പം തന്നെയാ. അവക്കിപ്പോൾ എന്താണെങ്കിലും വിവാഹാലോചനയൊന്നും നോക്കുന്നില്ലെന്ന്
അനൂപ് പറയുമ്പോൾ അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അർച്ചനയും സച്ചിയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.